ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ബീഫ് ബിരിയാണി, ഇക്കാടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ബീഫ് കുറച്ച് ഫ്രഷ് ആയിട്ട് എടുക്കാം. അപ്പോൾ അത് നല്ല ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സവാള വേണം, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് വേണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മസാലകളൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോണത് അതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടി വേറെ ഒന്നും ആഡ് ചെയ്യണില്ല. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. പിന്നെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ മസാലകൾ ആഡ് ചെയ്യാതെയാണ് നമ്മൾ ബീഫ് വേവിക്കാൻ പോകുന്നത്. അങ്ങനെ ചെറുതായ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാതെ ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ് പിന്നെ ഇതിൽ ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത്, അപ്പോൾ ഇതിലേക്ക് ചെറുതായി ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു പീസ് ചെറുനാരങ്ങ നീരും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സോൾട്ട് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 വിസിലാകുമ്പോഴേക്കും അത് ഓരോരോ വേവിനനുസരിച്ചുള്ള ബീഫ്. അപ്പോൾ നമ്മൾ സവാള ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സവാളയായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, വറുത്തെടുത്ത സവാളയാണ് നമ്മളിനി ആഡ് ചെയ്യുന്നത്. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടും കുറച്ച് വേണം. അപ്പോൾ ഒരു 4 സവാള എടുത്ത് ചെറുതായി അരിഞ്ഞിട്ട് അത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ അത് വഴറ്റുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയിച്ചെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ടൈം എടുത്തിട്ട് അത് നല്ല വറുത്തെടുക്കുന്നുണ്ട്. അത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് ഇവിടെ വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ടൈം എടുക്കും. അപ്പോൾ ഇക്കാക്ക് ഇന്ന് ഫ്രൈഡേ ലീവ് ആയത് കാരണം ഇക്കാടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബീഫ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി റൈസിൻ്റെ പരിപാടികൾ നോക്കാം. ഒരു കപ്പിന് 1.5 കപ്പ് അളവിലാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം ചൂടായതിന് ശേഷം നമ്മൾ അതിലോട്ട് സോൾട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ വലിയ ജീരകം, അതേപോലെ ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചൂടായി വന്ന് ഒരു ചെറുനാരങ്ങയുടെ നീര് അതിലോട്ട് നമ്മൾ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് റൈസ് സെപ്പറേറ്റ് ആയി കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിലോട്ട് സൺഫ്ലവർ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് ഇതേപോലെ ക്രിസ്പി ആയിട്ട് നമ്മൾ സവാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് നോക്കിയപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി നമുക്ക് അതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി സ്ട്രെയിൻ ചെയ്ത് വെച്ച അരിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഡെക്കറേഷന് വേണ്ടി നമുക്ക് ഈ സൺഫ്ലവർ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് റൈസിൻസും കാഷ്യൂ നട്ട്സൊക്കെ വറുത്ത് കോരിയെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലൂടെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞ മല്ലിയില കുറച്ച് ചെറുതായി അരിഞ്ഞ് വെക്കുക. നമുക്ക് ഡെക്കറേഷനും വേണം. അപ്പോൾ നമ്മളെ ബീഫ് ഓൾമോസ്റ്റ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറെ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കണം. ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്നൊന്ന് വറ്റിച്ചെടുക്കാം.
അപ്പോൾ ഇതാ നമ്മൾ റൈസൊക്കെ നല്ല പൂ പോലെ വെന്ത് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അങ്ങനെ ബീഫ് ഇതാ ഓൾമോസ്റ്റ് വയന്ന് കഴിഞ്ഞിട്ടുണ്ട്, അതിന് വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ. അപ്പോൾ നമുക്ക് ഇത് പിന്നെ നമുക്ക് സവാള നമുക്ക് വറുത്തെടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മാത്രമേ സവാള ഇതിൽ ആഡ് ചെയ്യണുള്ളൂ. സവാള പച്ചക്ക് ഇതിൽ ആഡ് ചെയ്യണില്ല, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കുറച്ച് നമ്മൾ ഗരം മസാലപ്പൊടി, അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാണ് ആഡ് ചെയ്യണത്. ആകെ അതിലേക്ക് ആഡ് ചെയ്യണ ഒരു പൗഡർ നമ്മൾ ഗരം മസാലൻ്റെ പൊടിയാണ്. അത് ഗ്രാമ്പൂ, പട്ട, അതുപോലെ തന്നെ കുരുമുളക്, വലിയ ജീരകമൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ വറുത്ത് കോരി വെച്ച് പൊടിച്ചെടുത്തതാണ്. അങ്ങനെ കുറച്ച് മല്ലിയിലൂടെ തൂവി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ റൈസ് നല്ല പൂ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ദമ്മിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതാ ദമ്മിടൽ പ്രോസസ്സിലാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ ഒട്ടും നെയ്യ് ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റൈസിൻസും കാഷ്യൂ നട്ട്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുക. കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ കുറച്ച് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഡെക്കറേറ്റ് ചെയ്ത്, അപ്പോൾ കുറച്ച് നെയ്യ് ഇനി ഫസ്റ്റ് ലെയറിൽ നമ്മൾ ആദ്യമായിട്ട് നെയ്യ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ 1-2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് നമ്മൾ ദമ്മിടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 hour നമുക്ക് ദമ്മിട്ട് വെക്കുക. ദമ്മ് എത്രയും കൂടുതൽ സമയം വെക്കുന്നോ അത്രയും സമയം ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ നമ്മൾ ഒരു 1/2 hour ദമ്മിട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ദമ്മിടൽ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചൂട് തീയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല പൂ പോലെ ബിരിയാണി റൈസ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഇങ്ങനെ ഒട്ടി കിടക്കണമെന്നില്ല, നല്ല റൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതൊരു ബൗളിൽ വെച്ചിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള പുതിയ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതായത് ബീഫൊക്കെ നല്ല സൂപ്പറായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫാമിലി ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.